ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 4 റെസിപ്രോക്കൽസ് പാർട്ട് 3 പേജ് നമ്പർ 68ലെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എ 16 meters long road is cut into pieces of length 2/3 meter. How many such pieces will be there? 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങളുണ്ട്? അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ്, ആ കമ്പിയുടെ മൊത്തം നീളം എത്രയാണ്? 16 മീറ്റർ. ലെങ്ത് ഓഫ് എ പീസ്, ഒരു പീസിൻ്റെ നീളം എത്രയാണ്? 2/3 മീറ്റർ. ഇനി എത്ര കഷ്ണങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പീസസ് ഈക്വൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ് ഡിവിഷൻ ലെങ്ത് ഓഫ് എ പീസ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ് എത്രയാണ്? ആ വടിയുടെ നീളം 16 ഡിവിഷൻ 2/3, ഒരു പീസിൻ്റെ നീളം 2/3. ഇനി ഈക്വൽ ഇട്ടിട്ട് 16 ഈ ഡിവിഷൻ മാറ്റി ഇൻറ്റു ഇടണം. ഇൻറ്റു ഇടുമ്പോൾ ആ ഫ്രാക്ഷൻ എങ്ങനെയാണ്? റെസിപ്രോക്കലായിട്ട് എഴുതേണ്ടി വരും, അതായത് തിരിച്ചെഴുതണം. 3/2 എന്ന് എഴുതണം. മനസ്സിലായോ? ഇനി ആ 2ഉം താഴെയുള്ള 2ഉം മുകളിലുള്ള 16ഉം വെട്ടിപ്പോവും. 2വിൻ്റെ ടേബിളിൽ വരും അല്ലേ? 1 2 is 2. അപ്പോൾ 2വിനെ വെട്ടിയിട്ട് നമുക്കവിടെ 1 എഴുതാം. 16നെ വെട്ടി 8 എഴുതാം. അപ്പോൾ ഇനി ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? മുകളിലൊരു 8 വരും, പിന്നെ 3യും. 8 × 3, അപ്പോൾ എത്രയാണ്? 24 ആണ് ആൻസർ. Second question, how many 3/4 liter bottles are needed to fill 5 1/4 liters of water? 5 4/1 ലിറ്റർ വെള്ളം 4/3 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? ആൻസർ ടോട്ടൽ വാട്ടർ എത്രയാണ്? 5 1/4. അത് മിക്സഡ് ഫ്രാക്ഷനാണ്. മിക്സഡ് ഫ്രാക്ഷൻ എപ്പോഴും നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി എഴുതണം. അതെങ്ങനെയാണ്? 5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 4s are 20. മുകളിലുള്ള 1 ആഡ് ചെയ്യുമ്പോൾ 21. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 4 ലിറ്റേഴ്സ്. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എ ബോട്ടിൽ, ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ എത്രയാണ്? 3/4 ലിറ്റേഴ്സ്. അങ്ങനെ എത്ര കുപ്പികൾ നമുക്ക് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ ടോട്ടൽ വാട്ടർ ഡിവൈഡഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എ ബോട്ടിൽ, മൊത്തം വെള്ളത്തിൻ്റെ അളവ് ഡിവൈഡഡ് ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഈക്വൽ 21 ഡിവൈഡഡ് ബൈ 4 ഡിവിഷൻ 3/4 ഈക്വൽ 21 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ എഴുതാം. ഈ ഡിവിഷൻ മാറി ഇൻറ്റു എഴുതണം അല്ലേ? ഇൻറ്റു ഇടുമ്പോൾ എന്താവും? ഈ ഫ്രാക്ഷൻസ് എന്താണ്? തിരിച്ചിടണം. 3/4 എങ്ങനെ എഴുതാം? 4/3 എന്ന് എഴുതണം. ഇനി നോക്കിക്കേ, താഴെ ഒരു 4ഉം മുകളിലുള്ള ഒരു 4ഉം അത് വെട്ടിപ്പോകും. അപ്പം മുകളിൽ 21 ഉണ്ട്, താഴെ ഒരു 3യും വരും അല്ലേ? 21 ഡിവൈഡഡ് ബൈ 3. ഈ 21ഉം 3യും 3യുടെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ താഴെ 3യുടെ ടേബിൾ പറയുമ്പോൾ 1 3 is 3. ആ 3 വെട്ടിയിട്ട് അവിടെ 1 എഴുതാം. മുകളിൽ 7 3s are 21. അപ്പോൾ 21 വെട്ടിയിട്ട് 7 എഴുതാം. അപ്പോൾ 7/1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ താഴെ 1 ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 7 എന്നാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, 13 1/2 kilograms of sugar is to be packed into bags with 2 1/4 kilograms sugar each. How many bags are needed? 13.5 കിലോഗ്രാം പഞ്ചസാര 2.25 കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. എത്ര സഞ്ചികൾ വേണം? ആൻസർ ടോട്ടൽ ഷുഗർ ഈക്വൽ 13.5. അപ്പോൾ അതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പം നമുക്കതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 13 × 2 എത്രയാണ്? 26. മുകളിലുള്ള 1 ആഡ് ചെയ്യണം. 26 + 1 27. അപ്പോൾ 27/2 കിലോഗ്രാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ 1 ബാഗ്, ഒരു ബാഗിലുള്ള പഞ്ചസാരയുടെ അളവ് ഈക്വൽ 2 1/4. അതും മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 2 × 4 8. 8 + 1 മുകളിലുള്ള 1 ആഡ് ചെയ്യുമ്പോൾ 9. അപ്പോൾ 9/4 കിലോഗ്രാം. നമ്പർ ഓഫ് ബാഗ്സ് ഈക്വൽ ടോട്ടൽ ഷുഗർ ഡിവൈഡഡ് എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ 1 ബാഗ് ഈക്വൽ ടോട്ടൽ ഷുഗർ എത്രയാണ്?
27/2 ഡിവൈഡഡ് 9/4. ഇനി ആ ഡിവിഷൻ മാറ്റണം അല്ലേ, 27/2 അങ്ങനെ എഴുതാം. ഈ ഡിവിഷൻ മാറി അവിടെ ഇൻറ്റു ആവും, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിനടുത്ത് ആ ഫ്രാക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചിടണം, റെസിപ്രോക്കൽ എഴുതണം. അതായത് 4/9 എഴുതണം. ഇനി ഏതൊക്കെ വെട്ടിപ്പോകും, താഴെയുള്ള 2ഉം മുകളിലുള്ള 4ഉം വെട്ടിപ്പോകും അല്ലേ, 2ൻ്റെ ടേബിളിൽ പറയാം. അപ്പോൾ 1 2 ഈസ് 2, 2 വെട്ടിയിട്ട് അവിടെ 1 എഴുതുക. മുകളിലുള്ള 4 വെട്ടിയിട്ട് 2 2s are 4 അല്ലേ, അപ്പോൾ 2 എഴുതണം. അപ്പം മുകളിൽ 2ഉം താഴെ 1ഉം. പിന്നെ 27 9ഉം 3യുടെ ടേബിളിൽ വരും, അല്ലെങ്കിൽ 9ൻ്റെ ടേബിളിലും വരും അല്ലേ. 1 9 ഈസ് 9, അപ്പോൾ 9 വെട്ടിയിട്ട് അവിടെ 1 എഴുതാം. 3 9s are 27, അപ്പോൾ ആ 27 വെട്ടിയിട്ട് 3 എഴുതാം. അപ്പോൾ മുകളിലൊരു 3ഉം ഉണ്ട്, പിന്നെ 2 ഉണ്ട്. താഴെ രണ്ടും 1 ആണ് അല്ലേ. 1 ആണെങ്കിൽ താഴെ 1 വന്നാൽ നമുക്ക് എഴുതണ്ട, പക്ഷേ മുകളിലാണ് 1 എങ്കിൽ നമ്മൾ എഴുതണം. ഇവിടെ താഴെയാണ്, അത് എഴുതണ്ട. 3 × 2, 3 2s are എത്രയാണ്, 6. Fourth question, the area of a rectangle is 22.5 square centimeters and one side is 3/4 centimeters long. What is the length of the other side? മലയാളത്തിൽ ഒരു ചതുരത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്, 22.5 ചതുരശ്ര സെൻറ്റിമീറ്ററും അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 3.25 സെൻറ്റിമീറ്ററുമാണ്. മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ 22 1/2. അപ്പോൾ ആ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം? 22ഉം താഴെയുള്ള 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 22 × 2 44, 44 പ്ലസ് മുകളിലുള്ള 1, അപ്പോൾ 44 + 1 45/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്തത് ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു സൈഡിൻ്റെ നീളം അല്ലേ, 3/4 ഈക്വൽ 3 × സൈഡിലുള്ള 3യും താഴെയുള്ള 4ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 3 4s are 12, മുകളിലുള്ള 3 ആഡ് ചെയ്യണം. 12 + 3 15, 15/4 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു സൈഡിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണാം, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഡിവിഷൻ ലെങ്ത് ഓഫ് വൺ സൈഡ്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എത്രയാണ്, 45/2 ഡിവൈഡഡ് ലെങ്ത് ഓഫ് വൺ സൈഡോ 15/4. അടുത്ത സ്റ്റെപ്പിൽ 45/2 അങ്ങനെ എഴുതണം. പിന്നെ ഈ ഡിവിഷൻ മാറ്റിയിട്ട് അവിടെ ഇൻറ്റു ഇടുക. എന്നിട്ട് 15/4ൻ്റെ റെസിപ്രോക്കൽ എഴുതാം, 4/15. ഇനി ഇത് വെട്ടിപ്പോകും, 4ഉം താഴെയുള്ള 2ഉം വെട്ടിപ്പോകും അല്ലേ. 2ൻ്റെ ടേബിൾ 2 വെട്ടിയിട്ട് 1 എഴുതാം. 1 2 ഈസ് 2, 2 2s are 4 ആണ്, അപ്പം 4 വെട്ടി അവിടെ 2 എഴുതാം. അതുപോലെ 15ൻ്റെ ടേബിളിൽ 45 വരും, അപ്പോൾ 1 15 ഈസ് 15, 15 വെട്ടിയിട്ട് അവിടെ 1 എഴുതാം. 45 വെട്ടിയിട്ട് അവിടെ എത്ര എഴുതാം, 3 എഴുതാം അല്ലേ. 45നെ നിങ്ങൾക്ക് ടേബിൾ അറിഞ്ഞൂടെങ്കിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ മുകളിലൊരു 3ഉം ഉണ്ട് 2ഉം ഉണ്ട്, താഴെ 1 ആണ് വരുന്നത്, അത് എഴുതണ്ട. അപ്പോൾ 3 × 2 ഈക്വൽ 6 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, how many pieces each of length 2.5 meters can be cut off from a rope of length 11.5 meters? How many meters of rope will be left? 11.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? മിച്ചം എത്ര മീറ്റർ ഉണ്ടാകും? അപ്പോൾ ആൻസർ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് ഈക്വൽ 11.5. അപ്പോൾ അതിന് ഇത് ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷനാണ്, അതിനെ നമ്മൾ എന്താക്കണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ 11 × 2 22 + 1 23, 23/2 മീറ്റർ. ലെങ്ത് ഓഫ് എ പീസ് ഈക്വൽ 2.5, അതിനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 2 × 2 4, മുകളിലുള്ള 1 ആഡ് ചെയ്യുമ്പോൾ 5, അപ്പോൾ 5/2 മീറ്റർ. നമ്പർ ഓഫ് പീസസ് ഈക്വൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് ഡിവിഷൻ ലെങ്ത് ഓഫ് എ പീസ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 23/2 ഡിവിഷൻ 5/2 ആണ് ലെങ്ത് ഓഫ് എ പീസ്. ഇനി 23/2 അങ്ങനെ എഴുതാം. ആ ഡിവിഷൻ മാറ്റി ഇൻറ്റു ഇടണം. അടുത്ത ഫ്രാക്ഷന് റെസിപ്രോക്കൽ, അതായത് 5/2നെ തിരിച്ചിടണം, 2/5.
ഇനി നോക്കൂ, വെട്ടിപ്പോകുന്ന താഴെയുള്ള 2ഉം മുകളിലുള്ള 2ഉം വെട്ടിപ്പോകും അല്ലേ. അവിടെ താഴെ വെട്ടിയിട്ട് 1 എഴുതാം, മറ്റതും 1:2 വെട്ടിയിട്ട് 1 എഴുതാം. അതിനി 1 നമുക്കിനി വേണ്ട. മുകളിൽ എത്രയാണ് 23/5 എന്ന്, 23 താഴെ 5, അപ്പോൾ 23/5. ഇനി 23നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 4/3/5 എന്ന് കിട്ടും. ഇതിൽ 4 ആണ് നമുക്ക് വെട്ടിയെടുക്കുന്ന റിബണിൻ്റെ അളവ്. ആ 3/4 ആണ് റിമൈനിങ് വരുന്നത്. അപ്പം നമുക്കതിനെ ശരിക്കും എങ്ങനെ എഴുതാം? വി ക്യാൻ കട്ട് 4 പീസസ് ഓഫ് ലെങ്ത് 2.5 മീറ്റർ. 4 പീസസ് വെട്ടിയെടുക്കാം. അതിൻ്റെ ഓരോന്നിൻ്റെയും നീളം എത്രയാണ് 2.5. അപ്പോൾ അത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 × 2 1/2 ഈക്വൽ 4 × 2 1/2നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2 2s are 4 + 1 5. 5/2 എന്ന് എഴുതാം. എന്നിട്ട് ആ 4ഉം 2ഉം നമുക്ക് വെട്ടിപ്പോകും. അപ്പോൾ 1 2 is 2, 2 2s are 4. അപ്പോൾ മുകളിൽ ഒരു 2 ഉണ്ട്, 5 ഉണ്ട്. 2 5s are 10. അല്ലെങ്കിൽ 5 4s are 20. 5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 കിട്ടും. 20 താഴെ 2 ആണ്. അപ്പോൾ 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മീറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ 10 മീറ്ററാണ് കിട്ടുന്നത്. 10 മീറ്റർ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. 11.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്നും 10 മീറ്ററാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇനി ബാക്കി എത്രയുണ്ട്? ലെങ്ത് ഓഫ് ദ റിമൈനിങ് റോപ്പ്. ഇനി ബാക്കിയുള്ള റോപ്പിൻ്റെ നീളം എന്ന് വെച്ചാൽ മൊത്തം എത്രയുണ്ട്? 11.5 അല്ലേ. 11 1/2 മൈനസ് ഇപ്പോൾ നമ്മൾ ചെയ്തു 10 ആണ് മുറിച്ച് മാറ്റുന്നത്. 10ൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട്. അത് നമ്മൾ എഴുതിയില്ലെങ്കിലും മനസ്സിൽ വിചാരിക്കുക താഴെ ഒരു 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ഈ 11.5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാണ്? 11 × 2 22 + 1 23. അപ്പോൾ 23/2 മൈനസ് 10/1. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മൈനസ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഈസി ആയിട്ട് ചെയ്യാൻ 23യും 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 23 × 1 മൈനസ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈനസ് ഈ 2 × 10. അപ്പോൾ അതെഴുതുക. താഴെ എങ്ങനെയാണ്? താഴെ ഒരു 2 ഉണ്ട്, താഴെ ഒരു 1 ഉണ്ട് അല്ലേ. 2 × 1. അപ്പോൾ 23 - 20 എത്രയാണ്? 3 ബൈ താഴെ 1 2 is 2. അപ്പോൾ 3/2 ആണ് റിമൈനിങ് റോപ്പ്. 3/2 എന്ന് പറയുന്നത് 1.5, അതായത് 1.5. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.